എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാൻ ഇവിടെ തനിച്ച. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. ഹോ, എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ടും ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ ഒരു റോസാ ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഒരെണ്ണം തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ 17 ചെടികളും ഞാൻ നിനക്ക് തരും. എനിക്ക് ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുമോ എന്നോ? നാരായണി അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ. ഒന്നും മിണ്ടാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ മിണ്ടാതെ ഒളിച്ചു നിൽക്കുമായിരുന്നു. കള്ളി. റോസാ ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ, ബഷീറേ. ഞാൻ ദൈവത്തെ സ്നേഹത്തോടെ വിളിച്ചെങ്കിലും ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. നാരായണി. എന്തോ? ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുഴിച്ച് അത് ഈശ്വരനാമത്തിൽ വയ്ക്കണം. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ ദാ വരുന്നു. ദാ കിട്ടിയോ? കിട്ടി. ദൈവമേ, ദൈവമേ, കിട്ടി.